ബിഗ് ബോസ് കഴിഞ്ഞ് ബിഗ് ബോസിലെ വീട്ടിലെ ആ ഒരു ടീമും കാര്യങ്ങളും എല്ലാം പൊടിയും തട്ടി അവരുടെ വീട്ടിൽ പോയെങ്കിലും ഇപ്പോഴും ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകൾ നല്ല ഗംഭീരമായിട്ട് പുരോഗമിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കപ്പെടുന്ന പേരുകൾ എന്ന് പറയുന്നത് അനീഷിന്റെയും അനുമോളുടെയും തന്നെയാണ്. അതിൽ കുറെ അധികം പേർ അനീഷിനെ നെഗറ്റീവ് ആക്കുന്ന കുറെ കമന്റുകൾ പറയുന്നുണ്ട്. അതിന്റെ റീസൺ ബിഗ് ബോസ് ഹൗസേ അല്ല, ബിഗ് ബോസ് ഹൗസിലെ ആ ഒരു മത്സരത്തിനൊക്കെ ശേഷം അനീഷ് അഞ്ജന നമ്പ്യാർക്ക് കൊടുത്ത ഇന്റർവ്യൂ ആണ്. അതിൽ പറഞ്ഞ ഒരു സ്ത്രീ വിരുദ്ധ പരാമർശം. പക്ഷേ ഈ പറയുന്ന ഒരു കാര്യവും ബിഗ് ബോസ് ഹൗസിൽ കണ്ടില്ലല്ലോ എന്ന് എടുത്ത് അഞ്ജന നമ്പ്യാർ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ വന്ന ഒരു കോണ്ടന്റ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. നിങ്ങൾക്ക് അത് കേട്ടിട്ട് എന്താണ് അഭിപ്രായം എന്നൊന്ന് പറയുക. കാരണം എനിക്കിത് വായിച്ചപ്പോൾ വളരെ അധികം എനിക്കിത് ട്രൂ ആണെന്ന്, അത് കറക്റ്റായിട്ട് എനിക്കിത് ഓക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എന്ന് തോന്നിപ്പോയ ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾ സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സ്ത്രീകൾക്ക് 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് നൽകുന്നത് എന്തിനാണ്? അതൊരു പ്രിവിലേജ് ആണ് എന്നാണ് അനീഷ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ ഡിസ്കഷനിലേക്ക് അനീഷ് തന്നെ കൊണ്ടുപോയില്ല. അത് നൈസായിട്ട് അങ്ങ് ഒതുക്കിയതുപോലെ എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. എനിക്കും അങ്ങനെ തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഡെലിവറിക്ക് വേണമെങ്കിൽ സ്ത്രീകൾ പോയി വരട്ടെ, 6 മാസത്തെ ലീവൊക്കെ പ്രിവിലേജ് ആണ്. പക്ഷേ നോൺ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ വേണ്ടി 5 വർഷം ലീവ് എടുക്കും, അതൊരു പ്രിവിലേജ് അല്ല കേട്ടോ. ഈ 5 വർഷം ലീവ് എടുത്താണ് ബിഗ് ബോസിലേക്ക് വന്നത് എന്ന് പലതവണ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു തെറ്റിദ്ധാരണയാണെന്ന് അനീഷ് പറഞ്ഞ് തിരുത്തുകയും ചെയ്തു. കാരണം എന്ന് വെച്ചാൽ 5 വർഷം ലീവ് എടുത്തതിൽ ഇപ്പം 2 വർഷമോ അങ്ങോട്ട് ആകുന്നേ ഉള്ളൂ, 2 വർഷമേ ആയിട്ടുള്ളൂ. 5 വർഷത്തേക്ക് ലീവ് എടുത്തതാണ്. എന്നാൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്ത് വന്നതിന് ശേഷം അനീഷ് പറഞ്ഞത് ലീവ് എടുത്തത് പുറത്ത് വിദേശത്ത് ഒരു ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടാണ് എന്നും ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് എല്ലാം സെറ്റായി ഇരിക്കുകയായിരുന്നു എന്നും ഒക്കെ അനീഷ് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അനീഷ് ലീവ് എടുത്തായിരുന്നോ? അതൊരു വലിയ ചോദ്യചിഹ്നമാണ്. കാരണം പലയിടത്തും പല മറുപടികളാണ് അനീഷ് അതിനെക്കുറിച്ച് പറയുന്നത്. പിന്നെ താനൊരു സ്ത്രീ വിരുദ്ധനായിരുന്നു എന്നും ബിഗ് ബോസ് പോലൊരു പ്ലാറ്റ്ഫോം തന്നിലെ സ്ത്രീ വിരുദ്ധതയ്ക്ക് അയവ് വരുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു വെക്കുമ്പോൾ തന്നെ ഹനീഷ് ഏട്ടൻ പുറന്തള്ളുന്ന സ്ത്രീ വിരുദ്ധത അത് വളരെയധികം വലുതാണ്. അതായത് ഒരു സ്ത്രീ വിരുദ്ധൻ എന്ന് പറയുന്നത് ഒരു അലങ്കാരമായിട്ട് അനീഷ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞതുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ബിഗ് ബോസ് ഹൗസിലേക്ക് ആദ്യമായിട്ട് അനീഷിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്ത്രീ വിരുദ്ധൻ എന്ന പേര് ചേർത്ത് വിളിച്ചത്. പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ വന്നിട്ട് സ്ത്രീ വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് നിങ്ങൾ കരുതരുത്. അതായത് ഒരു വിവാഹ ബന്ധത്തില് ഒരു ഭർത്താവ് മദ്യപിച്ചൊക്കെ വന്നാൽ പോലും ഭാര്യ അത് സന്തോഷത്തോടെ അഡ്ജസ്റ്റ് ചെയ്യണം, അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ബന്ധം നല്ല രീതിയിൽ പോകും എന്നൊക്കെ ഷാരികയും അക്ബറും ഒക്കെ ചേർന്നുള്ള ഒരു വലിയൊരു ഡിബേറ്റിൽ അനീഷ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ അതിനുശേഷം ഒന്നും ഇത്തരത്തിലുള്ള സംസാരങ്ങളോ ഇത്തരത്തിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റ് ഒന്നും അനീഷ് പറഞ്ഞിട്ടില്ല. എന്നാൽ ബിഗ് ബോസ് അവസാനിച്ച അഞ്ജന നമ്പ്യാരുടെ ഇന്റർവ്യൂവിന് ശേഷമാണ് ഇതിപ്പോൾ ഇത്രയും വലിയ ഒരു ചർച്ചയായിട്ട് മാറുന്നത്. സ്ത്രീകൾക്ക് 6 മാസത്തെ മെറ്റേണിറ്റി ലീവ് നൽകുന്നത് എന്തിനാണ്? അതൊരു പ്രിവിലേജ് ആണ്. എന്തുകൊണ്ട് 6 മാസം ലീവ് പുരുഷന് നൽകുന്നില്ല എന്നൊക്കെ ചോദിക്കുന്ന ഒരു സോ കോൾഡ് വിവരം കൂടിയ മനുഷ്യനായിട്ടാണ് അനീഷിനെ എല്ലാവരും കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു മനുഷ്യനിലെ വിവരദോഷം എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല എന്നാണ് ഇത് ജാഡ സ്റ്റോറീസ് പ്രാന്ത് പൂക്കുന്നിടം ഇത് കൊളാബ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റാണേ. പെറ്റേണിറ്റി ലീവ് വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കാം. കാരണം അമ്മ മാത്രമല്ല ഒരു കുഞ്ഞിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടത്, അച്ഛനും അതേപോലെ ഉത്തരവാദിത്വം ഉണ്ട്. പ്രസവിക്കുക എന്ന് പറയുന്നത് അമ്മയ്ക്ക് മാത്രം സാധിക്കുന്നത് കൊണ്ട് മാത്രം അത് അമ്മയ്ക്ക് ഒരു ഉത്തരവാദിത്തം. പക്ഷേ വളർത്തുക എന്ന് പറയുന്നതിൽ അമ്മ മാത്രം ഇൻക്ലൂഡ് ആകണം എന്ന് ആരും വാശി പറയരുത്, അത് അച്ഛൻ്റെയും ഉത്തരവാദിത്തമാണ്. സോ പെറ്റേണിറ്റി ലീവ് ഇപ്പോൾ അത് 1 മാസം എന്തോ ആണെന്ന് തോന്നുന്നു, എനിക്ക് അതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ട് അറിയത്തില്ല. കമന്റ്സിൽ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉയർത്തുന്നത് കൊണ്ട് തെറ്റൊന്നും ഉണ്ടാകുന്നില്ല. പകരം ഇയാൾ പറഞ്ഞു വെക്കുന്നത് മെറ്റേണിറ്റി ലീവ് ഒരു പ്രഹസനമാണ് എന്ന തരത്തിലാണ്. അത് മാത്രമല്ല അടുത്തത് പറയുന്നത്, അത് അനീഷ് പറഞ്ഞ വാക്കാണ്, ലീവ് നൽകരുത്
എന്നല്ല ഞാൻ പറയുന്നത്. തീർച്ചയായും ഡെലിവറി സമയത്ത് ലീവ് നൽകിയല്ലേ പറ്റൂ. ഓ, അതാണ് അനീഷ് ഉദ്ദേശിക്കുന്നത്. ഡെലിവറി ഒക്കെ ആകുമ്പോൾ എന്തായാലും ലീവ് കൊടുക്കണമല്ല. അപ്പം ഈ പറഞ്ഞത് അതൊരു ചിരിച്ചുകൊണ്ട് ആ ഒരു കോൺവെർസേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതുപോലെ തന്നെയായിരുന്നു അനീഷ് ഇത് പറഞ്ഞത്. അതായത് ആ പ്രസവിക്കുന്ന ദിവസം 2-3 ദിവസത്തിന് അടുപ്പിച്ച് പോയി ഹോസ്പിറ്റലിൽ പോയി പ്രസവിച്ചിട്ട് തിരിച്ചെഴുന്നേറ്റ് വന്ന് ജോലിക്ക് കയറണം എന്നാണോ അനീഷ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ പറയുന്ന പ്രേക്ഷകരും ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു റൈറ്റിംഗിലും അത് തന്നെയാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തെക്കുറിച്ച് അനീഷ് ഒരു കോൺവെർസേഷനിലേക്ക് മുതിരുന്നില്ല, അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്ന അനീഷിന്റെ ടാഗ് ഇപ്പോൾ വളരെയധികം ചർച്ചയാകുന്നുണ്ട്. അത് മാത്രമല്ല, ഈ റോബിനെ അനുകരിച്ചതുപോലെ ഇപ്പോൾ പലയിടത്തും അത് ഈ ഒരു വിജയാഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. അതായത് വിജയിച്ചതിന് ശേഷമുള്ള ഒരു ആഘോഷ പരിപാടിയിൽ, ആ ഒരു ആഘോഷ പരിപാടിയിൽ മാത്രമാണ് അത് ഞാൻ എടുത്തു പറയുന്നത്. അനീഷ് ഇത് തുടർച്ചയായി ചെയ്തുകൊണ്ടിരിക്കുന്നു അങ്ങനൊരു വാദമില്ല. പകരം ആഘോഷ പരിപാടിയിൽ പോയിട്ട് പാത്രം കഴുകടാ എന്ന് പറഞ്ഞ് അലറുന്നുണ്ട്. അതുപോലെ തന്നെ ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഇതൊരു ക്ലാസിക് ഡയലോഗായിട്ട് മാറിയിട്ടുണ്ട്. അതായത് ഒരു കോമണറിൽ നിന്ന് ഒരു കൾട്ടായിട്ട്, അത് ഏഷ്യാനെറ്റ് ഉപയോഗിച്ച ഒരു ടൈറ്റിലായിരുന്നു, കോമണർ ടു കൾട്ട്. അതായത് കൾട്ട് എന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഈ കോമണർ ടു കൾട്ട് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു കൾട്ട് ഡയലോഗ് അവിടെ വന്നു. എല്ലാ കാലത്തും ഈ പറയുന്ന ഉറങ്ങിക്കിടക്കുന്നത് ഞാൻ കണ്ടു. അതൊരു വട്ടം പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നും ഇല്ല, അതത്ര വലിയ വൃത്തികേടാണെന്ന് പറയുന്നില്ല. പക്ഷെ തുടർച്ചയായിട്ട് എല്ലാ വേദിയിലും പോയിട്ട് ഇതേ ഡയലോഗ് ഇല്ല റോബിൻ കിടന്ന് അലറിയതുപോലെ അലറുകയാണെങ്കിൽ ആന അലറി എന്ന് പറഞ്ഞിട്ട് ഒറ്റക്കൊമ്പനെ കളിയാക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഏതായാലും ശരി, ബിഗ് ബോസിന്റെ വിശേഷങ്ങളൊന്നും അവസാനിക്കുന്നില്ല. ഇനി അടുത്ത ബിഗ് ബോസ് തുടങ്ങുന്നത് വരെയും നീ പറയുന്ന ബിഗ് ബോസ് വിശേഷങ്ങൾ നിറയുമോ എന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ. ഏതായാലും ശരി, നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു പുറത്തിറങ്ങിയതിന് ശേഷം ബിഗ് ബോസ് ഹൗസിലെ മത്സരത്തിന് ശേഷം ഏത് ബിഗ് ബോസ് മത്സരാർത്ഥിയാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്നുള്ളത് കമന്റ് ചെയ്യുക. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ്മ കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞാൻ പോയി വരാം. ബൈ.